സിവിൽ എഞ്ചിനീയർ ആണോ? ഇനി അതല്ല, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ LBS ലൈസൻസിനെ പറ്റി അറിഞ്ഞിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗിൽ BTech, ഡിപ്ലോമ, ITI, ITC, ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് കഴിഞ്ഞവർക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാനും അതുവഴി വരുമാനം നേടാനുമുള്ള ഒരവസരമാണ് ലൈസൻസ്ഡ് ബിൽഡിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ബിൽഡിംഗ് സർവേയർ എന്ന് പറയുന്നത്. എന്താണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ്? എങ്ങനെയാണ് ഈ ലൈസൻസ് എടുക്കേണ്ടത്? അതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? ആ ഒരു ലൈസൻസ് എടുക്കാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്? അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആൻസി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ അർബൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ലഭിക്കുന്ന ഒരു അംഗീകൃത ലൈസൻസ് ആണിത്. കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പം ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ കെട്ടിട നമ്പറൊക്കെ ലഭിക്കണമെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിൻ്റെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെയോ ഒക്കെ ഒപ്പോ സീലോ ഒക്കെ ഉള്ള ഡ്രോയിങ് നൽകിയാൽ മാത്രമേ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ കെട്ടിട നമ്പറൊക്കെ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുകയാണെങ്കിൽ അതിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിൻ്റെയോ ആർക്കിടെക്റ്റിൻ്റെയോ ഒപ്പം സീലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ലോൺ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ, അതായത് BTech, ഡിപ്ലോമ, ITI, ITC, ഡ്രാഫ്റ്റ്മാൻ കോഴ്സുകൾ കഴിഞ്ഞ ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കുക. അതിനുശേഷം ഈ ബാങ്ക് ലോണിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷനും അതുപോലെ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ കംപ്ലീഷന് വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഓരോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഓരോ ടൈപ്പ് ലൈസൻസ് ആണ് ലഭിക്കുക. നിങ്ങളൊരു BTech ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈസൻസ് എഞ്ചിനീയർ A ലൈസൻസ് ആയിരിക്കും. ഇതിന് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റുന്ന ലൈസൻസ് എന്ന് പറയുന്നത് സൂപ്പർവൈസർ B ലൈസൻസ് ആണ്. ഈ ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിൻ്റെ കീഴിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് എഞ്ചിനീയറിൻ്റെ കീഴിലാണോ വർക്ക് ചെയ്യുന്നത് ആ എഞ്ചിനീയർക്കും മിനിമം 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ സൂപ്പർവൈസർ B ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ചെയ്യാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബിൽഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 300 സ്ക്വയർ മീറ്റർ വരെയാണ്. 300 സ്ക്വയർ മീറ്ററോ അല്ലെങ്കിൽ 2 സ്റ്റോറി വരെയുള്ള ബിൽഡിങ്സ് ആണ് നിങ്ങൾക്ക് മാക്സിമം അപ്രൂവൽ ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സ്. ഇനിയിപ്പോൾ നിങ്ങൾ സൂപ്പർവൈസർ B ലൈസൻസ് എടുത്തു, ഒരു 4 വർഷം നിങ്ങൾക്ക് ഈ സൂപ്പർവൈസർ B ലൈസൻസ് വെച്ചിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ A ലൈസൻസ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ സൂപ്പർവൈസർ A ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അപ്രൂവൽ കൊടുക്കാൻ പറ്റുന്ന, അതായത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബിൽഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 750 സ്ക്വയർ മീറ്ററോ അല്ലെങ്കിൽ 11 മീറ്റർ വരെ ഹൈറ്റും ഉള്ള ബിൽഡിങ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും, അതായത് അപ്രൂവൽ കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു വീടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്സിൻ്റെ പെർമിറ്റ് ഡ്രോയിങ്ങോ കംപ്ലീഷൻ ഡ്രോയിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്രൂവൽ നൽകണമെങ്കിൽ ഈ ഒരു സൂപ്പർവൈസർ A ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് 750 സ്ക്വയർ മീറ്റർ വരെയുള്ള ബിൽഡിങ്സും അതല്ലെങ്കിൽ 11 മീറ്റർ വരെ ഹൈറ്റുള്ള ബിൽഡിങ്സും വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സൂപ്പർവൈസർ A ലൈസൻസ് വെച്ചിട്ട് ഒരു 6 വർഷം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ സീനിയർ ലൈസൻസ് ലഭിക്കും. സൂപ്പർവൈസർ സീനിയർ ലൈസൻസ് വെച്ചിട്ട് നിങ്ങളൊരു 3 വർഷം കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് B ലൈസൻസ് ലഭിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ITI അല്ലെങ്കിൽ ITC ഡ്രാഫ്റ്റ്മാൻ കോഴ്സൊക്കെ ആണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കുന്ന ഒരു ലൈസൻസ് എന്ന് പറയുന്നത് സൂപ്പർവൈസർ B ലൈസൻസ് തന്നെയാണ്. ഈ ഒരു ലൈസൻസ് ലഭിക്കണമെങ്കിൽ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിൻ്റെ കീഴിൽ മിനിമം 5 വർഷം നിങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു എഞ്ചിനീയർക്കും മിനിമം 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ B ലൈസൻസ് ലഭിക്കും. ഈ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം അപ്രൂവൽ കൊടുക്കാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 300 സ്ക്വയർ മീറ്റർ തന്നെയാണ്. 300 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 2 സ്റ്റോറി ഈ ഒരു ടൈപ്പ് ബിൽഡിങ്സ് ആണ് നിങ്ങൾക്ക് അപ്രൂവൽ നൽകാൻ പറ്റുക.
സൂപ്പർവൈസർ ബി ലൈസൻസ് വെച്ചിട്ട് ഒരു 8 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ എ ലൈസൻസ് ലഭിക്കും. സൂപ്പർവൈസർ എ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ നൽകാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സിൻ്റെ മാക്സിമം ഏരിയ എന്ന് പറയുന്നത് 750 സ്ക്വയർ മീറ്ററോ അല്ലെങ്കിൽ 11 മീറ്റർ വരെ ഹൈറ്റോ ഉള്ള ബിൽഡിങ്സ് ആണ്. സൂപ്പർവൈസർ എ ലൈസൻസ് വെച്ചിട്ട് ഒരു 10 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ സീനിയർ ലൈസൻസ് ലഭിക്കും. സൂപ്പർവൈസർ സീനിയർ ലൈസൻസ് വെച്ചിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബി ലൈസൻസ് ലഭിക്കും. ഇനി എങ്ങനെയാണ് ലൈസൻസ് എടുക്കേണ്ടത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിലെ അർബൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നമുക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ലൈസൻസ് ലഭിക്കുന്നത്. കേരളത്തിൽ ആകെ 3 അർബൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് മാത്രമേ ഉള്ളൂ. അത് ഒന്ന് കോഴിക്കോട്, പിന്നെ കൊല്ലം, എറണാകുളം. ഇത്രയും കാലം ഈ ഒരു അർബൻ അഫയേഴ്സിൻ്റെ ഓഫീസിൽ പോയിട്ടായിരുന്നു നമ്മൾ ലൈസൻസ് എടുക്കേണ്ടത്. എന്നാൽ 2023 ജൂലൈ മുതൽ ഇതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലയുടെ LSGD ഓഫീസിൽ നിന്നാണ് ലൈസൻസ് എടുക്കേണ്ടത്, അതായത് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ നിന്ന്. ഞാൻ കണ്ണൂർ ജില്ലക്കാരിയാണ്. ഞാൻ ലൈസൻസ് എടുത്തിരിക്കുന്നത് LSGD കണ്ണൂരിൽ നിന്നാണ്. LSGD പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ നിന്നാണ് ഞാൻ ലൈസൻസ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ LSGD ഓഫീസ് എവിടെയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കുക. ഇങ്ങനെ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, എഞ്ചിനീയറിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് വെക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, BTech ആണോ ഡിപ്ലോമയാണോ ഏത് ക്വാളിഫിക്കേഷനാണെന്ന് വെച്ചാൽ ആ ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, 10th സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 5 രൂപയുടെ 2 കോപ്പി സ്റ്റാമ്പ്, ഒരു പോസ്റ്റൽ കവറ്, 45 രൂപയുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ്, പിന്നെ ചലാൻ അടച്ച റെസീറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക, ഫില്ല് ചെയ്യുക, എന്നിട്ട് ഇത്രയും സാധനങ്ങൾ പിൻ ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ മതി. പിന്നീട് നിങ്ങൾ അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുക. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഒരു ലൈസൻസ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ LSGD ഓഫീസ് കുറേ ദൂരെയാണ്, പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കേരള ബിൽഡിംഗ് റൂളിൻ്റെ ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ KMBR-ഉം KPBR ഒക്കെ, അതിനകത്ത് ഈ ഒരു ലൈസൻസിനുള്ള അപേക്ഷാ ഫോം ഉണ്ട്. ഒരു അപ്പൻഡിക്സ് H എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അപേക്ഷാ ഫോം ഉണ്ട്. ആ ഒരു അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കുക, അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലേ, അതിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ഒരു അപേക്ഷാ ഫോമിൽ ഒട്ടിച്ചു വെക്കുക. അതുപോലെ 2 കോപ്പി സ്റ്റാമ്പ് പറഞ്ഞിട്ടില്ലേ, അതിൽ ആ 2 കോപ്പി സ്റ്റാമ്പും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിൻ്റെ കോപ്പി, നിങ്ങളുടെ ഒറിജിനൽ BTech ആണോ ഡിപ്ലോമയാണോ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, 10th സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി. പിന്നെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയിലും ആധാർ കാർഡിൻ്റെ കോപ്പിയിലൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ബൈ, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങളുടെ സൈനൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഒരു പോസ്റ്റൽ കവർ വാങ്ങിക്കുക. ആ ഒരു പോസ്റ്റൽ കവറിനകത്ത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലേ, അതും കൂടെ ആ ഒരു പോസ്റ്റൽ കവറിനകത്ത് ഇടുക. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈസൻസിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു ഓഫീസിൽ നിന്ന് അവർ ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ ഒരു പോസ്റ്റൽ കവറിൻ്റെ പുറത്ത് നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് എഴുതാം. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കവറാണത്. അതുപോലെ ആ കവറിൻ്റെ മേലെ 45 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പും കൂടെ ഒട്ടിക്കാം. അതിനുശേഷം ചലാനടച്ച റെസീറ്റും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കവറിലാക്കിയിട്ട് നിങ്ങളുടെ LSGD ഓഫീസ് എവിടെയാണോ ആ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാം. അതായത് നിങ്ങളുടെ ജോയിൻറ്റ് ഡയറക്ടർ, ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ അഡ്രസ്സിലേക്ക് അയക്കാം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ അതിൽ മസ്റ്റായിട്ട് വെച്ചിരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതായത് ആപ്ലിക്കേഷൻ ഫോമിലും പിന്നെ നിങ്ങളുടെ ആ ഒരു പോസ്റ്റൽ കവറിനകത്തും എല്ലാം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിരിക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഫോൺ വഴി അവർ വിളിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറയുക, ഡേറ്റും ടൈമൊക്കെ പറയും. ആ ഒരു സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ.
അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ലൈസൻസ് നമ്മുടെ വീട്ടിലേക്ക് അവർ അയച്ചു തരികയാണ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചലാൻ്റെ കാര്യം പറഞ്ഞു, അതായത് നമ്മളൊരു ചലാൻ അടച്ച റെസീറ്റ് കൂടെ ഇതിൽ വെക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു ചലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ട്രഷറിയിൽ പോയിട്ട് അടക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈൻ ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഓരോ ഫീസാണ് ഈ ഒരു ചലാനായിട്ട് അടക്കേണ്ടത്. നിങ്ങളൊരു ബിടെക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈസൻസ് എഞ്ചിനീയറിംഗ് എ ലൈസൻസ് ആയിരിക്കും. എഞ്ചിനീയർ എ ലൈസൻസിനും ടൗൺ പ്ലാനർ എ ലൈസൻസിനും ഒക്കെ 6000 രൂപയാണ് ഫീസ് വരുന്നത്. ടൗൺ പ്ലാനർ ബി ലൈസൻസിനും എഞ്ചിനീയർ ബി ലൈസൻസിനും 5000 രൂപയാണ് ഫീസ് വരുന്നത്. ബിൽഡിംഗ് ഡിസൈനർക്ക് 5000 രൂപയാണ് ഫീസ്. സൂപ്പർവൈസർ എ ലൈസൻസ് ആണ് നിങ്ങളുടെ ലൈസൻസ് എങ്കിൽ 3000 രൂപയും സൂപ്പർവൈസർ ബി ലൈസൻസ് ആണെങ്കിൽ 2000 രൂപയാണ് ഫീസ് വരുന്നത്. അതായത് ആ ഒരു ഫീസായിരിക്കും നിങ്ങൾ ചലാൻ അടയ്ക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഫീസ് മാത്രം അടച്ചാൽ പോരാ, ആ ഒരു ഫീസിൻ്റെ കൂടെ ഒരു 45 രൂപ എക്സ്ട്രാ കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ബിൽഡിംഗ് റൂൾസിൻ്റെ ആ ഒരു ബുക്കിൽ നിന്നാണല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ക്യാഷാണ് 45 രൂപ. അതായത് നിങ്ങളിപ്പോൾ എഞ്ചിനീയർ എ സർട്ടിഫിക്കറ്റ് ആണ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 6000 രൂപയുടെ കൂടെ ഒരു 45 രൂപ കൂടെ ചേർത്ത് 6045 രൂപ വേണം നിങ്ങൾ ചലാൻ അടക്കാൻ. നിങ്ങൾക്കിപ്പോൾ ട്രഷറിയിലൊന്നും പോകാൻ വയ്യ, സ്വന്തമായി നിങ്ങൾക്ക് ചലാൻ അടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ LSCDൻ്റെ ഓഫീസിൻ്റെ നമ്പർ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ LSCD ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്പർ എത്രയാണെന്ന് ചോദിക്കുക. ആ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്പറിലേക്കാണ് നിങ്ങൾ ക്യാഷ് അടക്കേണ്ടത്. ഒന്നുകിൽ ഈ ഒരു അക്കൗണ്ട് നമ്പർ വെച്ച് നിങ്ങൾക്ക് ട്രഷറിയിൽ പോയി അടക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ലാപ്ടോപ്പ് യൂസ് ചെയ്തോ ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ അടക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഈ ഒരു ചലാൻ അടക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചലാൻ അടക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രഷറി 2ൻ്റെ സൈറ്റിലാണ് കയറേണ്ടത്. അതിൽ ഹോമിൽ ഡിപ്പാർട്ട്മെൻറ്റൽ റെസീറ്റ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അർബൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അത് സെലക്ട് ചെയ്യുക. പിന്നെ ജില്ല സെലക്ട് ചെയ്യുക. ഞാനിവിടെ കോഴിക്കോടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ അർബൻ അഫയേഴ്സ്, ഞാൻ കണ്ണൂർ ജില്ലക്കാരിയാണ്. എൻ്റെ അർബൻ അഫയേഴ്സിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്, ഏറ്റവും അടുത്തുള്ള അർബൻ അഫയേഴ്സിൻ്റെ ഓഫീസ്. അത് സെലക്ട് ചെയ്തു. നിങ്ങളുടെ ജില്ലയുടെ അടുത്തുള്ള അർബൻ അഫയേഴ്സിൻ്റെ ഓഫീസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. അതിനുശേഷം ഓഫീസ് റീജിയണൽ ഡയറക്ടർ കോഴിക്കോട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്പർ എത്രയാണെന്ന് അത് സെലക്ട് ചെയ്തു. അതിനുശേഷം എമൗണ്ട് ഞാൻ കൊടുത്തു, 6045 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ പർപ്പസ് എന്താണെന്നുള്ളത് ആപ്ലിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് ലൈസൻസ് എന്ന് പർപ്പസ് കൊടുത്തു. പിന്നെ എൻ്റെ പേര്, ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങളുടെ കാർഡ് വെച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം മാനുവൽ പേയ്മെൻ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രഷറിയിൽ അടുത്തുള്ള ട്രഷറിയൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ചലാൻ്റെ ക്യാഷ് അടച്ചാൽ മതി. മാനുവൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക, അടുത്തുള്ള ട്രഷറി സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുകയോ PDF ആക്കുകയോ ചെയ്തിട്ട് ട്രഷറിയിൽ പോയിട്ട് ക്യാഷ് അടക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ലിപ്പ് നിങ്ങൾ ട്രഷറിയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് ലൈസൻസ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയുടെ ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. അതുപോലെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്